കോതമംഗലം വടാട്ടുപാറ പല്ലവൻപടി പുഴയിൽ വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. തിരുവല്ല സ്വദേശി ബിയോൺ, തിരുവനന്തപുരം സ്വദേശി ഹരീഷ്, കോട്ടയം സ്വദേശി അതുൽ എന്നിവരാണ് മരിച്ചത്. കോതമംഗലം മാർ ബെസേലിയോസ് ദന്തൽ കോളേജിലെ വിദ്യാർത്ഥികളാണ്. മുഹമ്മദ് സാലി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സാലി, മരിച്ചവരുടെ പേര് വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. അപ്പം എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? അനീഷ, ഇന്ന് ഉച്ചയ്ക്ക് 1:30 ഈ അപകടമുണ്ടായത് എന്ന് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. അപകടമുണ്ടായ ഉടനെ പുറത്ത് ഈ അപകട വിവരം അറിയാൻ കുറച്ച് സമയമെടുത്തു. ആ സമയം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു എന്ന് നമുക്ക് ഇപ്പോൾ പറയേണ്ടി വരും. ഈ പ്രദേശം എന്ന് പറയുന്നത് മൊബൈൽ കവറേജ് ഉൾപ്പെടെ ലഭ്യമല്ലാത്ത സ്ഥലമാണ്. ഈ ഒരു സ്ഥലത്താണ് നിലവിൽ അപകടമുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ കൊല്ലപ്പെട്ടവരുടെ അല്ലെങ്കിൽ മരിച്ചവരുടെ പേര് വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. തിരുവല്ല സ്വദേശിയായ ബിയോൺ, ഹരീഷ് തിരുവനന്തപുരം സ്വദേശിയാണ് അദ്ദേഹം, അതുൽ കോട്ടയം സ്വദേശി എന്നിവരാണ് ഇപ്പോൾ ഈ അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. എല്ലാവരും കോതമംഗലം ബസേലിയോസ് ഡെന്റൽ കോളേജ് വിദ്യാർത്ഥികളാണ്. ഇപ്പോൾ നമുക്ക് ഏറ്റവും അവസാനമായി അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഈ പ്രദേശം എന്ന് പറയുന്നത് നിരന്തരം അപകടമുണ്ടാകുന്ന സ്ഥലമാണ്. ഈ സ്ഥലത്ത് ഇപ്പോൾ അപകടം നടന്നിരിക്കുന്ന സ്ഥലത്ത് തന്നെ മുന്നറിയിപ്പ് ബോർഡുകൾ വെച്ചിട്ടുണ്ട്. ഈ മുന്നറിയിപ്പ് ബോർഡുകളെല്ലാം മറികടന്ന് ആളുകൾ ഈ പുഴയിൽ ഇറങ്ങുന്നതാണ് അപകടം സൃഷ്ടിക്കുന്നത് എന്നതാണ് ഇപ്പോൾ അവിടെയുള്ള നാട്ടുകാർ നമ്മോട് പറയുന്നത്. ഒപ്പം ഈ സ്ഥലം എന്ന് പറയുന്നത് ഭൂതത്താൻകെട്ട് അണക്കെട്ടിന്റെ താഴെയുള്ള സ്ഥലമാണ്. ഈ അണക്കെട്ടിൽ നിന്ന് വൈദ്യുതി നിർമ്മിച്ച ശേഷം പുറത്തേക്ക് ഒഴുക്കുന്ന വെള്ളമാണ് ഈ പുഴയിലേക്ക് എത്തുന്നത്. വലിയ തോതിൽ ഒഴുക്കുള്ള പ്രദേശമാണ്. അതോടൊപ്പം ഈ പ്രദേശത്ത് രക്ഷാപ്രവർത്തനം ശ്രമകരമായ പ്രദേശമാണ്. ഒപ്പം ഈ പ്രദേശത്തേക്ക് രക്ഷാപ്രവർത്തകർക്കും നാട്ടുകാർക്കും എത്തിപ്പെടുക എന്നതും അല്പം ശ്രമകരമായ സ്ഥലമാണ്. നമുക്കറിയാം, ഈ സ്ഥലത്തേക്ക് നേരത്തെ തന്നെ പറഞ്ഞു, ഈ സ്ഥലത്തേക്ക് വേണ്ടത്ര തലത്തിലുള്ള മൊബൈൽ സൗകര്യങ്ങളില്ല. അതായത് ഫോൺ കവറേജ് ലഭ്യമല്ലാത്ത സ്ഥലമാണ്. ഒപ്പം എത്തിപ്പെടാൻ ധാരാളം പ്രയാസങ്ങളുള്ള സ്ഥലമാണ്. വിദൂര പ്രദേശത്തുള്ള സ്ഥലമാണ്. അതോടൊപ്പം വനത്തിന് സമീപമുള്ള സ്ഥലമാണ്. ഇങ്ങനെയുള്ള നിരവധിയായ തടസ്സങ്ങൾ രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കുന്നതിന് തടസ്സമായിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇപ്പോൾ വലിയ തോതിലുള്ള ദുരന്തത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അനീഷ, ശരി.